മുകേഷ് വീണ്ടും അഭിനയ രംഗത്ത്. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. എം.എ. നിഷാദിന്റെ ഒരു അന്വേഷണത്തിന് തുടക്കം എന്ന ചിത്രത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച എം. മുകേഷ് വീണ്ടും തന്റെ തട്ടകമായ അഭിനയ രംഗത്തെത്തി. കഴിഞ്ഞ 2 മാസത്തിലേറെയായി തെരഞ്ഞെടുപ്പിന്റെ അങ്കത്തട്ടിൽ സജീവമായി പ്രവർത്തിച്ചു പോരുകയായിരുന്നു മുകേഷ്. തെരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് MLA കൂടിയായ മുകേഷിനെ തേടി ലോക്സഭാ സ്ഥാനാർത്ഥിത്വം എത്തിയത്. പിന്നീട് പൂർണ്ണമായും തെരഞ്ഞെടുപ്പിന്റെ ഷോഫയിൽ തന്നെയായിരുന്നു മുകേഷ്. തിരഞ്ഞെടുപ്പിന് ശേഷം അഭിനയിക്കാനെത്തിയത് M.A. നിഷാദ് തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്യുന്ന ഒരു അന്വേഷണത്തിന് തുടക്കം എന്ന ചിത്രത്തിലാണ്. വലിയ താരനിരയുടെ അകമ്പടിയോടെ ഒരുങ്ങുന്ന സമ്പൂർണമായ ഒരു കുറ്റാന്വേഷണ ചിത്രമാണിത്. കോട്ടയത്ത് ചിത്രീകരണം പുരോഗമിക്കുന്ന ഈ ചിത്രത്തിൽ ഏപ്രിൽ 28-നാണ് മുകേഷ് അഭിനയിക്കാനെത്തിയത്. 26-ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞ ഉടൻ തന്നെ മുകേഷ് അഭിനയിക്കുന്നതിനായി കോട്ടയത്തെത്തി. കോട്ടയം പ്രസ് ക്ലബിലായിരുന്നു ചിത്രീകരണം. പ്രസ് ക്ലബിലെത്തിയ മുകേഷിനെ പ്രസ് ക്ലബ് ഭാരവാഹികൾ സ്വീകരിച്ചു. ഒരു പത്രസമ്മേളനത്തിന്റെ രംഗമായിരുന്നു M.A. നിഷാദ് ചിത്രീകരിച്ചത്. ചിത്രത്തിൽ ക്രൈംബ്രാഞ്ച് IG പ്രേംകുമാർ എന്ന കഥാപാത്രത്തെയാണ് മുകേഷ് അവതരിപ്പിക്കുന്നത്. പ്രമാദമായ വാകത്താരം കൂട്ടക്കൊലക്കേസും ഈ കേസുമായി ബന്ധപ്പെട്ട ജീവൻ തോമസ് എന്ന മാധ്യമ പ്രവർത്തകന്റെ തിരോധാനവുമാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. വലിയ കോളിളക്കം സൃഷ്ടിക്കപ്പെട്ട ഈ കേസിന്റെ ചുരുളുകളാണ് ഈ ചിത്രത്തിലൂടെ നിവർത്തിക്കുന്നത്. ഷൈൻ ടോം ചാക്കോയാണ് ജീവൻ തോമസ് എന്ന മാധ്യമ പ്രവർത്തകനെ അവതരിപ്പിക്കുന്നത്.